DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 23 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഇന്ന് 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിൻ്റെയും തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഒരു പവൻ സ്വർണ്ണത്തിന് 1360 രൂപ വർദ്ധിച്ചതോടെ 92,280 രൂപയിലേക്ക് എത്തിയിരുന്നു പവൻ വില. എന്നാൽ ഇന്ന് കുറച്ച് ആശ്വസിക്കാനുള്ള വകയെത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ സ്വർണ്ണവില ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. അതായത് സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടില്ല. ഗ്രാമിനും ഇന്നലത്തെ നിരക്കായ 11,535 രൂപ തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സ്വർണ്ണവില കൂടിയും കുറഞ്ഞുമാണ് നിൽക്കുന്നത്. അടുത്ത അറിയിപ്പ്, പുതിയ തൊഴിൽ ചട്ടം രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ വിജ്ഞാപനം അടുത്ത 1.5 മാസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന അറിയിപ്പും എത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുമെന്നാണ് വിവരം. അതേസമയം പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എന്നിവ ഉയരും. ഒരു ജീവനക്കാരന് വേണ്ടി കമ്പനി നീക്കിവെക്കുന്ന തുകയുടെ പകുതി അടിസ്ഥാന ശമ്പളമാക്കണമെന്ന നിർദ്ദേശമാണ് ഇതിന് കാരണം. അടിസ്ഥാന ശമ്പളം കണക്കാക്കിയാണ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എത്ര തുക ഓരോ മാസം അടക്കണമെന്ന് തീരുമാനിക്കുക. ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതും അടിസ്ഥാന ശമ്പളം കൂടി പരിശോധിച്ചാണ്. അടിസ്ഥാന ശമ്പളം കൂടുമ്പോൾ PFും ഗ്രാറ്റുവിറ്റിയും ഉയരും. എന്നാൽ ഇതിനനുസരിച്ച് പ്രതിമാസ ശമ്പളമായി കയ്യിൽ കിട്ടുന്ന തുക കുറയുകയും ചെയ്യും. കരാർ ജോലിക്കാർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള യോഗ്യത 1 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ 5 വർഷം തുടർച്ചയായ സർവീസുള്ള വ്യക്തികൾക്കായിരുന്നു ഗ്രാറ്റുവിറ്റി കിട്ടുക. മാത്രമല്ല, സ്ഥിരം ജോലിക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കരാർ ജോലിക്കാർക്കും നൽകണമെന്ന് പുതിയ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. ഫാക്ടറികൾ, ഖനികൾ, എണ്ണപ്പാടങ്ങൾ, തുറമുഖം, റെയിൽവേ എന്നിവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും. അടിസ്ഥാന ശമ്പളവും DAയും ചേർത്തുള്ള സംഖ്യ നോക്കിയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുക. അടുത്തറിയിപ്പ്, അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് BPL പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം നവംബർ 17 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ 16-ാം തീയതി വരെ അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് BPL കാർഡ് അനിവാര്യമാണ്. അതിനാൽ അർഹതയുള്ള നീലവെള്ള കാർഡുകാർ ഡിസംബർ 16-ന് മുൻപായി അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം പുരോഗമിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇതിനോടകം തന്നെ തുക എത്തിക്കഴിഞ്ഞു. പുതുക്കിയ പെൻഷനായ നവംബർ മാസത്തിലെ 2,000 രൂപയും കുടിശ്ശിക പെൻഷനിലെ ബാക്കിയായ ഒരു ഗഡുവായ 1,600 ചേർത്ത് 3,600 രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 10 ദിവസത്തോളം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകും. അതിനാൽ തന്നെ ഇനിയും പെൻഷൻ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കാത്തവർക്കുള്ള വിതരണം വീണ്ടും ആരംഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.